AMMA താരസംഘടനയുമായി ബന്ധപ്പെട്ട് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ചില സത്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സത്യമാകാൻ പോകുന്ന ചില സംശയങ്ങൾ, മനസ്സിലായില്ലേ, ചില സംശയങ്ങൾ അത് സത്യമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ആ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പോലും ചില ആളുകൾക്ക് നമ്മളോട് ദേഷ്യം തോന്നിയേക്കാം. അതിൻ്റെ പുറത്ത് അവർ നമ്മുടെ ചാനലൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കാം. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ, അതായത് എൻ്റെ സാഹചര്യം എൻ്റെ ചാനൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഹൈപ്പ് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതായിരിക്കും, ഇന്ന് രാവിലെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ അഞ്ജിബ, ഉഷ ഹസീന ചേച്ചി, കൂടാതെ മാലാ പാർവതി ചേച്ചി, ഇവരൊക്കെ വന്നിരുന്ന് മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാധ്യമങ്ങളോട് പറയുന്നത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളിലേക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതെല്ലാം എത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയായിട്ട് സംസാരിക്കുന്ന നമ്മുടെ ശ്വേതാ മേനോന്റെ ഒരു വോയിസ് നമ്മളെല്ലാവരും കേട്ടതാണ്. വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ശ്വേതാ മേനോൻ ജി അത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. രമേശ് പിഷാരടി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനിയും ഒരു അഡ്നോ കമ്മിറ്റിയുടെയും തലപ്പത്തേക്കില്ല. കോടതി പറഞ്ഞു മാറാൻ, ഞാൻ മാറുന്നു. 15 ദിവസത്തിന് ശേഷം ഞാൻ വരില്ല, ഞാൻ രാജിവെച്ചിട്ടില്ലേ എന്നും പറഞ്ഞ് ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ശ്വേതാ മേനോൻ ആ ഒരു വോയിസ് പുറത്തു വിട്ടതിൽ പുള്ളിക്ക് തീരെ താല്പര്യമില്ല. പുള്ളി അതും പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരു പേഴ്സണൽ ടോക്കായിരുന്നു, ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പുറത്തുള്ള ഒരു സംസാരം. അത് അവർ റെക്കോർഡ് ചെയ്ത്, സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടു. പോട്ടെ, ഇപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ പ്രസ് മീറ്റ്, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു മെയിൻ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അതിൽ മെയിൻലി നമ്മുടെ മാലാ പാർവതി ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചത്. അൻസിബ പറയുന്നുണ്ട് രമേശ് പിഷാരടിയെ പറ്റി, രമേശ് പിഷാരടി മാപ്പ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ലാലേട്ടൻ്റെ കാര്യം, ഈ കഴിഞ്ഞ ദിവസം ആ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടപ്പോൾ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അൻസിബ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിലും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാലാ പാർവതി ചേച്ചി പറഞ്ഞ കാര്യങ്ങളിലേക്കാണ്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഞാൻ നിങ്ങളെ വീഡിയോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ആ ഒരു പ്രസ് മീറ്റിൽ അവർ സംസാരിച്ച കാര്യങ്ങൾ ജസ്റ്റ് കേൾപ്പിക്കാം, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കാത്തതും നമ്മൾ വിചാരിക്കാത്തതും 32 വർഷമായി അമ്മയിൽ നടക്കാത്തതുമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിന് എനിക്കൊരു ആധാരവുമുണ്ട്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഞാനൊന്ന് പ്ലേ ചെയ്യാം. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ, അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാൻ, വീട് വെച്ച് കൊടുക്കാൻ, അങ്ങനെ പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപവും കാണിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ കേട്ടല്ലോ. ഇത് ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്വേത ചേച്ചിക്ക് പക്ഷേ ആ ഒരു 15 കോടി എത്തിക്കണം, അതിൻ്റെ വാശിയാണ്. അതിൻ്റെ വാശിയിലാണെന്ന് തോന്നുന്നു ഇറങ്ങി ഓടിയിട്ടും തിരിച്ചു വന്നത്. മനസ്സിലായില്ലേ? കാരണം ആ 15 കോടി കിട്ടിയാൽ 20% കമ്മീഷൻ അല്ലേ ശ്വേത ചേച്ചി? അതും മാറ്റി നിർത്തൂ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ എമൗണ്ടിൻ്റെ കാര്യം, ഈ ഒരു അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അവിടുന്ന് വരാൻ പോകുന്ന എമൗണ്ട് എത്രയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാനിത് നേരത്തെ എൻ്റെ ഒരു സംശയം പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പൈസ വരുന്നുണ്ടോ എന്ന്. എന്നെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർ കണ്ടതായിരിക്കും അത്. ഇപ്പോൾ ആ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് BJPയുടെ തന്നെ
ഒരു വലിയ ആള്, പേരൊന്നും ഞാൻ ഇനി എടുത്ത് പറയുന്നില്ലേ. കാര്യം പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇത് എങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നതെന്ന്. രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇൻവോൾവ്മെന്റ്. എന്തിനാണത്? മലയാളത്തിന്റെ സ്വന്തം ഒരു താര സംഘടനയിലേക്ക് എന്തിനൊരു രാഷ്ട്രീയ പാർട്ടി? രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ അവിടെയുണ്ട്, പക്ഷെ അവരാരും അവരുടെ രാഷ്ട്രീയം കൊണ്ടുവന്ന് അമ്മയിൽ കുത്തിക്കയറ്റുന്നത് ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. രമേശ് പിഷാരടി, ഗണേഷ് കുമാർ, അല്ലേ, എത്രയോ ആളുകൾ, അവരാരും കൊണ്ടൊന്ന് കുത്തിക്കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്തിന്? ചോദ്യം ചോദിക്കാനില്ലേ നിങ്ങൾക്ക്? കമന്റ് ബോക്സിൽ ചോദിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. നമുക്ക് ബാക്കി കുറച്ചും കൂടെ കേൾക്കാം. ഇത് സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ്, ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ഞാൻ അയച്ചു തരാം, ആർക്കെങ്കിലും താല്പര്യമുണ്ട്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണ്. ശ്വേത പലവട്ടം പറഞ്ഞു അവര് കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവും ഇല്ല, ഒരു അയിത്തവും ഇല്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിന്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആരോപണമല്ല, എൻ്റെ അനുഭവമാണ്. എന്നെ വിളിച്ച് എന്താണ് പലവട്ടം നിങ്ങൾ കേട്ട് കാണും, മാലാപാർവതിയാണ് ഗൂഢാലോചനയുടെ പിന്നിൽ എന്ന് നിങ്ങൾ പലവട്ടം കേട്ട് കാണും. എന്താണ് ആ ഗൂഢാലോചന? എന്തുകൊണ്ടാണ് ശ്വേത എനിക്ക് മൈക്ക് തരാതെ വട്ടം പിടിച്ചു നിന്നത് ജനറൽ കോളേജിൽ? ഞാൻ സംസാരിക്കാൻ പാടില്ല, മീഡിയ പോ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇന്ന് രമേശ് പിഷാരടിയുടെ ഒരു ഫോൺ സംഭാഷണം ഒരു അജണ്ടയോടുകൂടി അവർ പുറത്തു വിട്ടതിന് ശേഷം അവർക്ക് ആ മാന്യത കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു സംഭാഷണം, അതിലൊരു തെളിവ് കൂടിയുണ്ട്. ഒരാൾ കൂടി ആ കോൺ കോളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അൻസിബയുടെ വിഷയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ 4 പേരെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്വേത എന്ത് സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കരുത്. അല്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റൊന്ന് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വൽ ഇവരുടെ ഒരു സംഭവം തുടങ്ങി. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കം ഉണ്ടാവുകയും ഞാൻ പറഞ്ഞു, ഇതൊരു സാമൂഹ്യ വിഷയമാണ്, ഇത് അമ്മയുടെ വിഷയമല്ല, ഇത് ഞാൻ പുറത്ത് പറയും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോ എന്നോട് അവര് പറഞ്ഞത്, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, you will be out of this industry. Chechi, I am telling you because I love you. You don't know what you are getting into. Please stay away. And I know when you decide on something, you get into this one track and you crash land. So you don't know what you are getting into. I am asking you to stop. Do not interfere in Ansiba's issue. എന്താണ് ആ വരിയുടെ അർത്ഥമെന്ന് വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്യുന്നത്. ബാക്കി ഞാൻ കേൾപ്പിക്കാം. മാലാപാർവതി ചേച്ചിയെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ ശ്വേതാ മേനോൻ, തെളിവുകളുണ്ടോ മാലാപാർവതി ചേച്ചി? ജസ്റ്റ് കാണുമായിരിക്കും, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. കാണുമായിരിക്കും, ചിലപ്പോൾ ചേച്ചി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ചേച്ചിയുടെ മാന്യത, ചേച്ചി അത് പുറത്ത് വിട്ടിട്ടില്ല. വോട്ടെവർ. മാലാപാർവതിയെ പോലുള്ള ഒരു വ്യക്തിയെ വിളിച്ച് ഇങ്ങനെയൊക്കെ 4 പേരെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അൻസിബയ്ക്കെതിരെ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ നിൽക്കരുത് അൻസിബയുടെ കൂടെ, നിങ്ങൾ ഇല്ലാതെയായി തീരും, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ ജി എന്നെ തീർത്ത് കളയുമോ ജി? തീർത്ത് കളയോ എന്നെ? എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ഉപജീവന മാർഗമാണേ യൂട്യൂബ് ചാനൽ. തീർക്കുകയാണെങ്കിൽ അങ്ങ് തീർത്തോ, ചാനലെ തൊട്ട് കളിക്കരുത്. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ഓക്കെ, ദ റിയൽ യൂഷ്വൽ സൈക്കോ വിൽ കം ഔട്ട്. ഓക്കെ, കേട്ട് കഴിഞ്ഞല്ലോ നിങ്ങൾ. എങ്ങനെ വേണമെങ്കിലും അവർ റിയാക്ട് ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ സപ്പോർട്ടേ ഉള്ളൂ നമുക്ക്. എന്ത് വേണമെങ്കിലും ഇനി സംഭവിക്കാം, എന്ത് വേണമെങ്കിലും. കാരണം എനിക്ക് നന്നായിട്ടറിയാം, പല കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ സംശയ രൂപേണ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, പലതും ചോദിച്ചു കഴിഞ്ഞു.
ആരും ഇതുവരെയായിട്ടും എൻ്റെ നേരെ വന്നിട്ടില്ല. പക്ഷേ ചർച്ചകൾ നടക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു. എൻ്റെ പേര് പല സ്ഥലങ്ങളിൽ പല ആളുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഒന്നും ഡയറക്റ്റായിട്ട് വരില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഡയറക്റ്റായിട്ട് അങ്ങനെ വരാൻ പറ്റുമോ? വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് അവർക്ക് കാണുമില്ല. ഞാൻ വളരെ മാന്യമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. നിങ്ങളാരും പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇനി എന്നെ ഈ ചാനലിലൂടെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഓർക്കുക, ശ്വേത മേനോൻ ജിയുടെ അടിമകൾ, അദാനി ഗ്രൂപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്. നിങ്ങൾ അറിയാത്ത, നിങ്ങളോട് പറയാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. എന്നെങ്കിലും ഇതൊക്കെ സത്യം പുറത്തു വരാതിരിക്കില്ലല്ലോ. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത്രയൊക്കെ പുറത്തു വന്നില്ലേ? അതുകൊണ്ട് തന്നെ സത്യം ഇനിയും ഒരുപാട് നാളൊന്നും മൂടി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ പലതും പുറത്തു വരും. വളരെ മാന്യമായിട്ട് ശ്വേത മേനോനോട് സംസാരിച്ച രമേശ് പിഷാരടി, അദ്ദേഹത്തിനുണ്ടായ അനുഭവം കണ്ടല്ലോ. അയാൾ മാക്സിമം പുച്ഛിക്കാവുന്ന പുച്ഛവും കൊടുത്താണ് ഇന്നലെ രമേശ് പിഷാരടി പോയത്. നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. ഇതിൽ കൂടുതലൊരു പുച്ഛം ശ്വേത മേനോൻ ഇനി കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രമേശ് പിഷാരടി എന്ന സുഹൃത്തിന്റെ കയ്യിൽ നിന്ന്. എന്തായിരുന്നു ഇന്നലെ? പിശു ലാസ്റ്റ് പിശുവിനിട്ടൊരു പുഷു കൊടുത്തു. അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നമുക്ക് ബാക്കി കുറച്ചും കൂടെ കേൾക്കാം, എന്നിട്ട് മാത്രം അൻസിബയിലേക്ക് പോകാം. അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. അതിനു മുമ്പ് ചേച്ചി പറയുന്നത് കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്താണ് അവിടെ നടന്നതെന്ന് പറഞ്ഞപ്പോ ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടാതെ, ഒരു സംശയത്തിനിടയില്ലാതെ 2023 നടന്ന ഒരു സിനിമയുടെ കാര്യം അദ്ദേഹം പറയുകയാണ്. അവിടെ വെച്ച് അൻസിബ ഒരു നോമ്പെടുത്തു എന്നും അതിനോടൊപ്പം ഈ അദ്ദേഹത്തിന്റെ മകനായ അഭിനയിക്കാൻ വന്നതോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നെ വളരെയധികം മോശമായി പറയുന്നുണ്ട്. അവിടെ ഒരു നോമ്പ് തുറന്നുവെന്നും അത്രയും മാത്രം നടന്ന ഒരു കാര്യത്തിനെ 2026 ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വാട്സപ്പ് ചാറ്റിൽ ഭീഷണിയുടെ സ്വരത്തിൽ ഉപയോഗിച്ചത് എന്തിനാണ് ടിനി ടോം? അത് ചോദിക്കുന്ന സമയത്ത് ശ്വേത പറയുന്നത്, ചേച്ചി ഡു യു വാണ്ട് ടിനി ടു എൻഡ് അപ്പ് ഇൻ ജയിൽ? അപ്പൊ ഞാൻ പറഞ്ഞു, തിഹാർ ജയിലിൽ അൻസിബ പോയാൽ കുറച്ച് പ്രശ്നമില്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു തർക്കം. അന്ന് മുതലാണ് ഞാനൊരു ഗൂഢാലോചനക്കാരിയായത്. അവർക്ക് ഗൂഢാലോചനയൊന്നുമില്ല, ആലോചന നടത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ കേരളത്തിനോട് ഒരു ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് അവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ വരാനിരിക്കുന്ന ഒരു കേരള സ്റ്റോറിയാണ് എന്ന് മനസ്സിലായത് കൊണ്ടും അതിനെ എതിർക്കണമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലുമാണ് ഞാൻ അവിടെ പ്രതികരിച്ചത്. നാളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സ്ക്രിപ്റ്റ്. ഒരു സിനിമാ നടി, തട്ടമിടാത്ത, ഒരു തരത്തിലും ജാതി മതങ്ങളൊന്നുമില്ല, അമ്പലത്തിൽ വരെ പോകുന്ന ഒരു മലപ്പുറംകാരി മുസ്ലിം, അവളവിടെ മത പരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു കഥ ഒരു സിനിമയായിട്ട് വന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായി ഓടും. ഈ കഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇത് വളരെയധികം എതിർത്തത്. ഇത് പറയരുതെന്നും പറയണ്ടെന്നും വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. അത് മറ്റു കാര്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ബാക്കി നമുക്ക് കേൾക്കാം. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP, ഈ നാറിയ ഈ വാക്കുകൾ അങ്ങനെ തന്നെ ഞാൻ പറയും. എന്തിന്? എന്ത് കാര്യത്തിന്? മനുഷ്യനല്ലേ? അങ്ങനെ കണ്ടൂടെ? ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പല രാഷ്ട്രീയ പാർട്ടികളിവിടെ ഉണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് നല്ലത് ചെയ്യാനല്ലേ? അങ്ങനെ കണ്ടൂടെ? ടിനി ടോമിന്റെ കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ജയിലിൽ പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അയാൾക്കെതിരെ കേസെടുത്തു. ഇതാ ഒരു വ്യക്തി UK കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും കൊടുത്തു. മന്ത്രിക്ക് ഡയറക്റ്റ് മെയിൽ അയച്ചു. കേസെടുക്കുമായിരിക്കുമോ? അയാൾ വരുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ അദ്ദേഹം വരുന്നുണ്ട്. നീതി കിട്ടണം. അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ച, എൻ്റെ കുടുംബത്തെ ദ്രോഹിച്ച, അവരുടെ സമാധാനം ഇല്ലാതാക്കിയ ടിനി ടോം എന്ന വ്യക്തിക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ച് UK നിന്ന് ഫ്ലൈറ്റും എടുത്ത് നാട്ടിൽ വന്ന് പരാതി കൊടുക്കാൻ ഒരു വ്യക്തി ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് നീതി കിട്ടുമോ? ഇതിപ്പോ ഞാൻ അറിയുന്ന ചില കഥകൾ
സംശയത്തോടു കൂടി ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ അങ്ങനെയല്ലേ, ഇങ്ങനെ കേൾക്കുന്നല്ലോ എന്ന് ചോദിച്ചാൽ അത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ പിടിച്ചകത്തിടാൻ ഇവിടെ പല ആളുകളും കാണും, ഇല്ലേ? ഉറപ്പായിട്ടും കാണും. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഏറ്റവും വലിയ വിഷമാണ്. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ, മതങ്ങളൊക്കെ നല്ലതാണ്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനുപരി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാതെ ഈ മതങ്ങളുടെ പുറകെ നടക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിഷം. ബാക്കി കുറച്ചും കൂടി കണക്കിന്റെ കാര്യമായിട്ടും അങ്ങനെയൊക്കെ, കണക്കിന്റെ കാര്യവും മറ്റു കാര്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട്, കണക്ക് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചു പേര് ഈ കാര്യങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കട്ടെ, ഞങ്ങൾ കുറച്ചു പേര് ഞങ്ങൾക്ക് മാത്രമായി ഈ ഉത്തരവാദിത്തങ്ങൾ തരൂ, അൻസിബെ പുറത്താക്കൂ. ആദ്യത്തെ ദിവസം വന്നപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അൻസിബെ പുറത്താക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അൻസിബ പുറത്തായില്ലെന്ന് മാത്രമല്ല, അൻസിബയുടെ സംസാരത്തിൽ മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളും അൻസിബ പറഞ്ഞത് മനസ്സിലാക്കി അൻസിബയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല കേട്ടോ, ഇതൊന്നും ഞാൻ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ അൻസിബ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയോടൊപ്പം നിന്നു. ഇവർക്ക് ഉത്തരവില്ലാതെ ആയി എന്നുള്ളത് സത്യമാണ്. അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു, ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ. ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്തൊരു ആരോപണമൊന്നുമല്ല. പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇവര് ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്? നമ്മളൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്നതാണ് ആരോടൊന്നല്ലേ തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അങ്ങനെ ഓടിയതെന്ന്. അതിനുശേഷം ഞാൻ പോവുകയാണ്, അംഗത്വം രാജിവെച്ച് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പോയി. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഞാനും എന്റെ അംഗങ്ങളും രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അംഗങ്ങളും ഞാനും എന്റെ അംഗങ്ങളും എന്ന് പറയുമ്പോൾ അംഗങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവരാരും തിരിച്ചു വന്ന് ഞങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞില്ല. അവര് രാജിവെച്ചതിന് ശേഷം ജനറൽ ബോഡിയാണ് അപ്പെക്സ് ബോഡി. നിങ്ങൾക്ക് നോക്കാം, ട്രാവൻകൂർ കൊച്ചി ലിറ്റററി ആൻഡ് സയന്റിഫിക് രജിസ്ട്രേഷൻ സൊസൈറ്റി ആക്ട് ആണ് പാരന്റ് ആക്ട്. അതിൽ പറയുന്നത് അപ്പെക്സ് ബോഡിക്ക് തീരുമാനമെടുക്കാം. മാസ റെസിഗ്നേഷനും അബാൻമെന്റും വന്നു കഴിഞ്ഞാൽ അപ്പെക്സ് ബോഡിയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പെക്സ് ബോഡി ജനറൽ ബോഡിയാണ്. ശ്വേതയുടെ തന്നെ വാക്കിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കോർട്ട്. എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് പുതിയൊരു സമിതിയെ ഏൽപ്പിക്കാൻ. ആ സമിതിയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ കൺവീനറിനെയാണ് ഇന്നലെ മ്ലേച്ഛമായ ഒരു ഫോൺ കോൾ ചോർത്തിക്കൊണ്ട് കോടതിയിൽ പോയി ഒഴിവാക്കിയത്. ഞങ്ങൾ മതി. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചേച്ചി പറയുന്നത് അവര് രാജിവെച്ചു എന്നാണ്. നാവ് കൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു രാജിവെപ്പ്. നമ്മളത് ഓപ്പണായിട്ട് പറയണമല്ലോ. പക്ഷെ അവരാരും, എനിക്ക് തോന്നുന്നു അതിലെ 1-2 പേര്, കൈലാഷ്, അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ രാജി മെയിലായിട്ട് തന്നെ, ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ മെയിലായിട്ട് കൊടുത്തു. എല്ലാവരും രാജിവെക്കുന്നു, ചേച്ചിയും ചേച്ചിയുടെ കൂട്ടാളികളും രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൂട്ടാളികളിൽ കുറച്ച് ആളുകൾ രാജിവെച്ചു. ചേച്ചി ഇതുവരായിട്ടും കൊടുത്തില്ല. അതെന്താ ചേച്ചി? അതെന്താ അങ്ങനെ? തിരിച്ചു വരണോ അല്ലേ? ഡീൽ വെച്ച ആൾക്കാർക്ക് ചേച്ചി അകത്ത് വന്നാലല്ലേ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണോ? ക്വസ്റ്റ്യൻ മാർക്ക്. അതുകൊണ്ടാണോ? ചോദിക്കാലോ അല്ലേ? അങ്ങനെ ചോദിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ ചോദിച്ചാലും നമ്മളെ പിടിച്ചകത്തിടുവോ? അല്ല, അല്ലെങ്കിൽ എന്തിനകത്തേക്ക് ഇത്രയും കടിച്ചു തൂങ്ങി ഇങ്ങനെ കോടതിയിൽ പോയി തിരിച്ചെനിക്ക് കയറണം? എന്തിന്? നിങ്ങളുടെ കൂടെ അന്ന് ജനറൽ ബോഡിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അൻസിബ അല്ല പറയുന്നത്. ഓക്കെ, അൻസിബ അല്ല പറയുന്നത്. ആ ജനറൽ ബോഡിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത്. വലിയ വീരവാദം മുഴക്കി ഇറങ്ങിപ്പോയതാവള്. അവളോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾക്ക് ഉത്തരവില്ല. അൻസിബ കുറച്ചു നേരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജനറൽ ബോഡിയിലുള്ള ആളുകളല്ല അൻസിബയുടെ കൂടെ. കാര്യം മനസ്സിലായി. ഇവരോട് ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരവില്ല, കണക്കും ഇല്ല. ചുമ്മാ അതേ ബാബുരാജ് പറഞ്ഞ കാര്യം ഞങ്ങളന്ന് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അടുത്ത ദിവസം ലക്ഷ്മിപ്രിയയുടെ കഥയെ പറ്റി ഞാനിനി ഒന്നും പറയുന്നില്ല. കഥകൾ പറഞ്ഞു കുഴിയിലോട്ട് വീഴുന്ന ഒരാളാണ് ലക്ഷ്മിപ്രിയ. അത് ഞാനിനി നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്, അറിഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? ഞാനിനി അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു ട്രാവലിങ്ങിലാണ്, അതുകൊണ്ടാണ് കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അല്ല, കാറിലേക്ക് ഞാൻ അങ്ങ് സ്ഥിരമായി മാറിയതൊന്നും അല്ലേ. കുറച്ച് ട്രാവലിങ്ങിലാണ്. പിന്നെ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചെയ്തത്. ഇതും മൊത്തം കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇരുന്ന് എനിക്കൊന്ന് 1 മണിക്കൂറിന് മേളിൽ ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കണ്ടില്ല. എനിക്ക് കുറച്ച് ആളുകൾ കുറച്ച് കാര്യങ്ങൾ എനിക്കിങ്ങനെ, ഞാനിത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ അടുത്തായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, മോനെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. കുറേ ആളുകൾ എനിക്ക് വീഡിയോ ക്ലിപ്പുകൾ അയച്ചു തരുന്നുണ്ട് പലതിൻ്റെയും. സോ അങ്ങനെയുള്ള വീഡിയോ കുറച്ച് ക്ലിപ്പുകൾ, കുറച്ച് ഭാഗങ്ങൾ ചാനലിൽ വന്നതാണ്. ഞാൻ എടുത്തു വെച്ചു നിങ്ങളെ കേൾപ്പിക്കുന്നത്. കാണിക്കുന്നില്ല, കാണിക്കാൻ പറ്റില്ല.
ഈ വിഷയമാണ് സംസാരിക്കുന്നത്. ചാനൽ അങ്ങ് ഇല്ലാതെയാക്കി കളയാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇനിയും വളരെ കുറച്ച് ഉഷ ചേച്ചിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉഷ ചേച്ചി, അജു വർഗീസ്, അതുപോലെ തന്നെ ധ്യാൻ, ഇവരൊക്കെ വരണം തലപ്പത്തേക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടു. നല്ല കാര്യമാണ്. പക്ഷെ അവരൊക്കെ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അവരാരും വരാൻ സാധ്യതയില്ല. കാരണം അവർക്ക് അത്യാവശ്യം നല്ല ബോധമുള്ള ആളുകളാണ്. ഇതിനകത്തേക്ക് വന്ന് വെറുതെ കിടന്ന് കടിപിടി കൂടാൻ അവർക്ക് താല്പര്യം കാണില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കി. ധ്യാനിനെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിയുടെ ലൈഫിൽ പോകുന്ന ഒരാളാണ്. പുള്ളിയൊക്കെ ഇതിനകത്തോട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞത് എനിക്ക് പേഴ്സണലി അറിയാമെന്നല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും പുള്ളിയുടെ ഒരു നേച്ചർ അറിയാലോ. സോ അങ്ങനെ പറഞ്ഞതാണ്. പുള്ളിയുടെ കാര്യം നോക്കി ഹാപ്പി ആയിട്ട് പോകുന്ന ഒരാളാണ്. പുള്ളിക്കൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത തലവേദന കണ്ടല്ലോ. ലാലേട്ടൻ അതുകൊണ്ടായിരിക്കാം വിട്ടിട്ട് ഓടിയത്. വയ്യ, തലവേദനയാണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും അല്ലേ. ഇനി എന്തായാലും അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. വളരെ കുറച്ച്, അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് ടാറ്റ ബൈ ബൈ പറയാം. തൽക്കാലം ഇതും കൂടെ ഒന്ന് കേൾക്ക്. ഞാൻ അമ്മയിലൊരു അംഗം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലുമാണ് വന്ന് സംസാരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരുപാട് ആഗ്രഹത്തോടെ തന്നെ വന്ന ഒരാളാണ് ഞാൻ അല്ലാതെ കമ്മിറ്റികളിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. അവിടെ ക്യൂരിയോസിറ്റി കാരണം, ഇഷ്ടം കാരണം തന്നെ കമ്മിറ്റിയിൽ വന്നു നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ ഉഷേത്ത പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കമ്മിറ്റിക്ക് മുന്നേ ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ അഡോ കമ്മിറ്റിയായി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ ആ കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത്, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനെ തുടർന്ന് വളരെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വരികയും അദ്ദേഹം രാജിവെച്ച് പോവുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ ഗുരുതരമായതോടെയാണ് പ്രസിഡന്റ് ആയിട്ടുള്ള ലാലേട്ടൻ ആ കമ്മിറ്റി പിരിച്ചു വരികയും ചെയ്തത്. അങ്ങനെ ആ കമ്മിറ്റി പിരിച്ചുവിട്ട സമയത്ത് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വലുതായിരുന്നു. ആ ഒരു ചോദ്യത്തിന്റെ പുറത്താണ് ആ കമ്മിറ്റി തന്നെ വീണ്ടും അഡോ കമ്മിറ്റി ആയത്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കമ്മിറ്റി അന്ന് രാജിവെക്കുന്ന സമയത്ത് ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അത്രയും മാസങ്ങള് അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങണം. അത് നീങ്ങണമെന്നുണ്ടെങ്കിൽ അത് നോക്കി നടത്താൻ ഒരു കമ്മിറ്റി അത്യാവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന അതേ കമ്മിറ്റി വീണ്ടും അഡോ കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അഡോ കമ്മിറ്റി എന്നുള്ള പേരൊക്കെ കേൾക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ കമ്മിറ്റിയാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു സഞ്ജീവനി എങ്ങനെ അഡോ കമ്മിറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സഞ്ജീവനിയെ പറ്റി കേൾക്കാം. അതിനു മുമ്പ് ഇന്നലെ ശ്വേത ആ ഒരു പിഷാരടി ആയിട്ടുള്ള ഒരു സംസാരത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ലാലേട്ടനൊക്കെ ആയതുകൊണ്ടാണോ നിങ്ങൾ പിന്നെയും ലാലേട്ടൻ രാജിവെച്ചിട്ടും ഇരുന്നത്? പക്ഷെ നമ്മളെ എന്താണ് സമ്മതിക്കാത്തത്? ഉത്തരം ഒന്നേ ഉള്ളൂ. ലാലേട്ടനൊന്നും ആരും ഇറക്കി വിട്ടതോ അല്ലെങ്കിൽ സ്വയമേ ഞാൻ എല്ലാവരും എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും രാജിവെക്കുകയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു അലിഗേഷൻ വന്നതിന്റെ പുറത്ത് ലാലേട്ടൻ രാജിവെച്ചിറങ്ങി ഓടിയതല്ല. പക്ഷെ ശ്വേത രാജിവെച്ചത് ഒരു അലിഗേഷൻ വന്നപ്പോൾ അതിന് മറുപടി ഇല്ലാത്തപ്പോഴാണ്. മനസ്സിലായില്ലേ? കണക്കും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം വായുവിൽ എഴുതി കൂട്ടണം. ആരുമില്ല, അക്കൗണ്ടന്റ് ഇല്ല, ട്രഷറർ ഇല്ല, മൊത്തത്തിൽ ഇല്ലായ്മയാ. മനസ്സിലായില്ലേ? കാശും കുറെ ഇല്ലാതെയായിപ്പോയി. അതിനുള്ള ചോദ്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് വിട്ടത്. അലിഗേഷൻസ് ഉണ്ട് നിങ്ങൾക്കെതിരെ, അതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും ഇരുത്താത്തത്. പിടികിട്ടിയോ? വലിയ കാര്യത്തിൽ അത് ചോദിക്കുന്നുണ്ടല്ലോ. എന്തിനത് ചോദിക്കണം? നിങ്ങൾക്ക് തന്നെ അതിനുള്ള ഉത്തരം അറിയാം, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരാൾക്കും താല്പര്യമില്ല നിങ്ങൾ ഇനി മുന്നോട്ടിരിക്കുന്നതിനകത്ത്. നിങ്ങൾ ഇനി ഇരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് ബാക്കി എല്ലാവരും അമ്മേന്ന് അങ്ങ് പോകണം. പക്ഷെ ആ താരസംഘടന ഇല്ലാതായിപ്പോവും. അതുകൊണ്ടാണ് നമുക്കാർക്കും അങ്ങനെ പറയാൻ പറ്റാത്തത്. സത്യം പറഞ്ഞാൽ അങ്ങനെയാ ചെയ്യേണ്ടത്. എന്നിട്ട് വിട്ടോ, നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങ് ഭരിച്ചോ. കാശൊക്കെ മേടിച്ച് സ്പോൺസർഷിപ്പിൽ ഒറ്റയ്ക്ക് പരിപാടി നടത്തുന്നു, ഒറ്റയ്ക്ക് കയറി ഡാൻസ് കളിക്കുന്നു, കൂടെ ലക്ഷ്മിപ്രിയയെ വിളിക്കുന്നു, പാട്ട് പാടുന്നു, കവിത പാടുന്നു, രണ്ടുപേരും കൂടെ അങ്ങോട്ട് ആഘോഷിക്കുക. ഇത്രയും മതി, കൂടുതലൊന്നും. അൻസിബ പറഞ്ഞ ആ തുടക്കത്തിലെ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് തോന്നി. കാരണം അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഈ ഒരു കംപ്ലീറ്റ് അമ്മ എന്ന് പറയുന്ന AMMA താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന സകല പരിപാടിയുടെയും ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പലതും പറഞ്ഞു കഴിഞ്ഞതുമാണ്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ വലിയ താല്പര്യം എനിക്കില്ല. കാരണം മുന്നോട്ട് നമുക്ക് വേറെ കണ്ടന്റുകൾ ചെയ്യണം. കുറേ ആയിട്ട് ഇതിൻ്റെ പുറകെയാണ്. എനിക്ക് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ കിട്ടി. ഞാനത് നിങ്ങളോട് സംശയരൂപേണ പലതും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചോദിച്ച പല സംശയങ്ങൾക്കുമുള്ള ഉത്തരം
പല ആളുകളും ഇപ്പോൾ ഓൾറെഡി വന്ന് പറഞ്ഞു കഴിഞ്ഞു, ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു കോണ്ടന്റുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.